അപ്പോൾ നമ്മൾ പോകുന്നത് ഈ രാത്രി 2 മണിയാണ്. 2 മണിയായപ്പോൾ നമ്മൾ ആലപ്പുഴ, ട്രിവാൻഡ്രം ടു ആലപ്പുഴ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തന്നെ നമ്മൾ വണ്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമയമാണ് രാത്രി. നിശ്ചലമായി ഒരു ശബ്ദമൊന്നുമില്ലാതെ തന്നെ നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ ബ്ലോഗിനുള്ള വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്കുള്ള ഓട്ടോ ഇതാ വരുന്നുണ്ട്. അതിനകത്ത് ഞങ്ങളെ ഫ്രണ്ട്സും ഇരിപ്പുണ്ട്. അങ്ങനെ ഓട്ടോ പിടിച്ച് നമ്മൾ ട്രെയിനും പിടിച്ച് ട്രിവാൻഡ്രത്തു നിന്ന് ട്രെയിൻ പിടിച്ച് ഞങ്ങൾ അങ്ങനെ ആലപ്പുഴ എത്തി. മോർണിംഗ് ആയി. വെളുപ്പിലെ 3:20 ട്രെയിനായിരുന്നു. വെളുപ്പിലെ 6:25 നമ്മൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സന്തോഷമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു ആലപ്പുഴ. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോകേണ്ടത് ഞങ്ങൾക്ക് ബീച്ചിലോട്ടാണ്. ആലപ്പുഴയിൽ നിന്ന് ബീച്ചിലോട്ട് ഞങ്ങളിതാ നടക്കണം. വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബീച്ചിലോട്ട് നടന്നാണ് പോയത്. അത്യാവശ്യം നല്ലൊരു ബീച്ചാണ്. വൃത്തിയും കാര്യമൊക്കെ ഉള്ള ഒരു ബീച്ച് തന്നെയാണ്. എന്നിട്ട് ഐ ലവ് ആലപ്പുഴ എന്ന സ്ഥലത്ത് പോയി നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. സന്തോഷമായിട്ട് ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാണാനും ചൂട് കാരണം ആയതുകൊണ്ട് അത്ര തണുപ്പില്ല. കാറ്റ് നല്ലത്, കടൽ തീരത്ത് നല്ലൊരു തണുപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്വിമ്മിംഗ് പൂൾ കുഞ്ഞുങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് പോകണം. അത് പോകാൻ കാരണം ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് നമുക്ക് കുറേ സമയം നിൽക്കേണ്ടി വന്നു. പിന്നെ ടിക്കറ്റ് എടുത്ത് ലൈറ്റ് ഹൗസിലോട്ട് കയറി അതിനകത്തുള്ള മ്യൂസിയമൊക്കെ കണ്ടു. മ്യൂസിയമൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ലൈറ്റ് ഹൗസിലോട്ട് കയറാം. ഇതെന്തൊക്കെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മോട്ടറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലൈറ്റ് ഹൗസിലോട്ട് കയറാനുള്ള പദ്ധതി തുടങ്ങി. അപ്പോൾ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നോട് ചോദിക്കരുത്. സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ മുകളിൽ കയറിയപ്പോൾ ഇങ്ങനത്തെ സംഭവം ഇതെന്താണെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഞാനൊന്ന് നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. അതിൻ്റെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയി എനിക്കറിയത്തില്ല. സംഭവം ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് നേരെ പാർക്കിലോട്ട് പോയിട്ട് ഇതെല്ലാം കണ്ടു. അതിൻ്റെ കുറച്ച് പിക്കൊക്കെയാണിത്. ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കാണ്. ഇതാണ് ലൈറ്റ് ഹൗസ്. അതിൻ്റെ മുകളിലൊക്കെ കയറി ഒത്തിരി നല്ല സ്റ്റെപ്പ് കയറാനുണ്ട്. 105 സ്റ്റെപ്പ് കയറാനുണ്ട്. പേടിച്ചാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇറങ്ങി കുറച്ച് സമയം പാർക്കിലൊക്കെ കളിച്ചു. അത് കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എക്സ്ട്രാ ചാർജ് 10 രൂപ കൊടുക്കണം ഫോട്ടോ എടുക്കാൻ. അല്ലാതെ ഒരാൾക്ക് എൻട്രി ഫീസ് 10 രൂപയാണ്. ഇതാണ് ബ്യൂട്ടിഫുൾ വ്യൂ. എറണാകുളത്തിലെ ഒരു സെൻട്രൽ പോയിൻ്റ് എന്ന് തന്നെ പറയാം. എല്ലാം കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ കുറേ സമയം ഇരുന്ന് ആസ്വദിച്ചു. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കുറേ സമയം ആസ്വദിച്ചു. എന്നിട്ട് നമ്മൾ നേരെ നല്ല ദാഹമൊക്കെ ആയിരുന്നു. ഒരു ലൈം സോഡയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സംസാരിച്ചിട്ട് നേരെ നമ്മൾ ബോട്ട് പിടിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിലോട്ടാണ് പോകുന്നത്. അതാണ് ബോട്ട് പിടിച്ച വ്യൂ. ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിൽ കയറുന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള ഏരിയ തന്നെയാണ്. റിട്ടേൺ വരുന്ന റോഡാണ് ഇത്. ഈ റോഡ് വഴിയാണ് നമ്മൾ വന്നത്. ഇതോടെ എൻ്റെ ബ്ലോഗ് ചെയ്യുന്നു. അടുത്ത ബ്ലോഗുമായിട്ട് സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. ബൈ ബൈ, ഗുഡ് ബൈ.